ട്രേഡിങ്ങിൽ തന്നെ 3 തരത്തിലൊന്നും തരംതിരിക്കും. ഒന്ന് ഈക്വിറ്റി, പിന്നെ ഫ്യൂച്ചേഴ്സ്, പിന്നെ ഓപ്ഷൻസ്. ഈക്വിറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ സ്റ്റോക്സ് തന്നെയാണ്. സ്റ്റോക്സിൽ ഇൻട്രാഡേ രീതിയിൽ ഷോർട്ട് ചെയ്യാനും ബൈ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നല്ലൊരു ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ പഠിച്ച് നല്ല നോളജ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ അതിൽ നിന്ന് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെയുള്ളത് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണ്. ഫ്യൂച്ചർ കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞല്ലോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ സ്റ്റോക്സ്, ഇതിനൊക്കെ കോൺട്രാക്റ്റുകളാണ്. ഈ കോൺട്രാക്റ്റുകൾ നമുക്ക് ബൈയും സെല്ലും ചെയ്യാം എന്നുള്ളതാണ്. ഈ കോൺട്രാക്റ്റുകൾക്കൊക്കെ ഒരു എക്സ്പയറി പീരീഡ് ഉണ്ടായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇത് ഓൾറെഡി ലിവറേജഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഇത് പലർക്കും അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, നല്ല റിട്ടേണും കിട്ടും, നല്ല ലോസും കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഫ്യൂച്ചേഴ്സിൽ. പിന്നുള്ളത് ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻസിന് 2 തരമുണ്ട്. എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ഓപ്ഷൻ ബൈയിങ് എന്നുള്ളത്. പക്ഷേ ഓപ്ഷൻ ബൈയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വിന്നിങ് പ്രോബിലിറ്റി കുറവുള്ള, ലോസ് ഉണ്ടാക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഓപ്ഷൻ ബൈയിങ്. പിന്നുള്ളത് ഓപ്ഷൻ സെല്ലിംഗ് ആണ്. ഹയർ പ്രോബിലിറ്റി ആണ്, ക്യാപിറ്റൽ കൂടുതൽ ഉണ്ടാവും വേണം. പക്ഷേ ഇതിനൊക്കെ നമ്മൾ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ട്രേഡിങ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നല്ല വ്യക്തമായിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ട്രേഡിങ്ങിലേക്ക് ഇറങ്ങേണ്ടത്. പക്ഷേ എല്ലാ ആൾക്കാരും ഇൻവെസ്റ്റ്മെൻറ്റ് നിർബന്ധമായും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്.